കുറച്ച് ദിവസമായിട്ട് നല്ലൊരു അടിപൊളി ടൈമായിരുന്നു. മൊത്തം കഷ്ടപ്പാട്. ഹോസ്പിറ്റൽ കേസല്ല, ഹോസ്പിറ്റൽ കേസുകൾ അങ്ങനെ വേണം പറയാൻ. ഒരാൾ കണ്ടില്ലേ 103 ഡിഗ്രി പനിയായിട്ടാണ് ആൾ അഡ്മിറ്റ് ആക്കുന്നത്. അതിന്റെ സൈഡിൽ വേറൊരു കഥ കൂടി ഉണ്ട്. അത്ര അങ്കമാലി ഹോസ്പിറ്റലിൽ വാപ്പ സീരിയസ് ആയിട്ട് കിടക്കായിരുന്നു. ഈ ഒരു ടൈമിൽ വളരെ സീരിയസ് ആയിരുന്നു. ആളുടെ തിരിച്ചുവരവ് പോലും ദുഷ്കരമാക്കുന്ന രീതിയിലായിരുന്നു ആൾക്ക് അസുഖം കൂടിയിട്ടുണ്ടായിരുന്നത്. ഇതിന്റെ സ്ട്രെസ് ഞാൻ കൂടിപ്പോൾ നേരെ റിലയൻസിൽ പോയി. പിന്നെ കുറച്ചധികം ഷുഗർ ക്രേവിങ്സും. അങ്ങനെ പോയി ആ ഷോപ്പിംഗ് കഴിഞ്ഞു. പിന്നെ എന്താ പരിപാടി, ഹോസ്പിറ്റലിൽ തന്നെ. അങ്ങനെ 3-4 ദിവസത്തെ സുഖവാസമായിരുന്നു. വല്ലാത്തൊരു സുഖമായിരുന്നു. ഇനി ഇതൊന്നും പോരാഞ്ഞിട്ട് ഈ മൂങ്ങാനിരുന്ന നായയുടെ തലയിൽ തേങ്ങ വീണെന്ന് പറഞ്ഞ പോലെ ഇക്കകട വാപ്പിച്ചിയുടെ വണ്ടിയിൽ വേറെ വണ്ടി വന്നിടിച്ച് അതും ആകെ സീൻ. ഇതെല്ലാം കൂടി കഴിഞ്ഞപ്പോൾ എന്റെ മെന്റൽ ഹെൽത്ത് എന്നെ നോക്കി കൊഞ്ചലം കുത്തുന്ന അവസ്ഥയായി. അന്ന് മുതൽ ചിന്തിച്ചു തുടങ്ങിയതാ, ഇതുവരെ ചിന്ത അവസാനിച്ചിട്ടില്ല. ഓവർ തിങ്കിങ് അങ്ങ് അറ്റമെത്തി. ഓവർ തിങ്കിങ് ചെയ്യുന്നത് ഏതെങ്കിലും മത്സരമായിരുന്നെങ്കിൽ അതിലെനിക്ക് മിക്കവാറും ഫസ്റ്റ് കിട്ടും. നിങ്ങൾക്കും അങ്ങനെ തന്നെയാണോ? എന്തെങ്കിലും ഒരു കാരണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു വരാൻ വേണ്ടിയിട്ട്? അത്രത്തോളം ഓവർ തിങ്കിങ്ങിന് കാടും മലയും അതിൻ്റെ അപ്പുറം മലയും രാജ്യവും കിടന്നു. ഇപ്പം ഞാൻ ഏത് സ്റ്റേറ്റിലുള്ളതെന്ന് എനിക്ക് എന്നെ പിടുത്തില്ല. പിന്നെ ഇതിൻ്റെ ഇടയിൽ എനിക്ക് ആകെയുള്ള ഒരു റിലാക്സേഷൻ ഈ കാണുന്നതാണ്. അവിടെ പോയി മസാല ദോശ അത് കഴിക്കുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖം, ഒരു ചെറിയൊരു ബ്രേക്ക്. ഇതെല്ലാം കഴിഞ്ഞ് മോനൊന്ന് ഷാറായപ്പോഴത്തേക്കും എനിക്ക് കയറാനുള്ള സമയം. എനിക്ക് തൊണ്ടവേദനയും ഏകദേശം പനിയുടെ സ്റ്റാർട്ടിങ് തുടങ്ങിയപ്പോൾ നേരെ താഴെ പോയി ഹോസ്പിറ്റലിൽ ഡോക്ടറെ കണ്ടു. പിന്നെ ഒറ്റക്കായതുകൊണ്ട് ഒന്നും പറയാനില്ല. നല്ലൊരു ഓട്ടോ ആയിരുന്നു ഡിസ്ചാർജിൻ്റെ സമയത്ത്. ഇതിൻ്റെ ഇടയിൽ മറ്റൊരു സംഭവം, മോൻ ആദ്യമായിട്ട് കൈയൊന്നും പിടിക്കാതെ തന്നെ നടന്നു തുടങ്ങി. അതെനിക്ക് ഫസ്റ്റ് ക്യാപ്ചർ ചെയ്യാനും പറ്റി. എനിക്ക് ലൈഫിൽ ഏറ്റവും കൂടുതൽ ട്രോമയുള്ള സംഭവമാണ് നമ്മുടെ ലൈഫിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പോകാമെന്ന് പറയുന്നത്. ഞാനത് വളരെയധികം ബുദ്ധിമുട്ടൊരു ടൈമും കൂടി. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാൾക്ക് അത്രയും ഒരു വൈകി വന്നപ്പോൾ ശരിക്കും ഡൗണായിട്ട് എന്തെങ്കിലും ഭക്ഷണ സഹായം കൊണ്ട് ഇപ്പോൾ അത് കുഴപ്പമില്ല. ആൾ നല്ല ഡിസ്ചാർജാണ്.